നമുക്ക് കൂട്ടുകാരെ എല്ലാവർക്കും ചക്ക ഡാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ്. അപ്പോൾ അതിനുള്ള കരിയിലൊക്കെ ചാക്കിലാക്കി വെച്ചേക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചാക്കിലേക്ക് മാറ്റി അത് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ട്. ആ പുളിച്ച കഞ്ഞിൻ്റെ വെള്ളവും കുറച്ച് മണ്ണ് ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റിൻ്റെ പരിപാടി നോക്കണം. കമ്പോസ്റ്റ് ചാക്കിൽ നിറച്ച് വെക്കാം. കരിയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് നിറച്ച് വെക്കാം. കമ്പോസ്റ്റ് കരിയിൽ നിറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ കമ്പോസ്റ്റ് ആക്കി കിട്ടും. ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ നല്ല കമ്പോസ്റ്റ് ആക്കി മാറും. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കുന്ന ഈ കരിയിലൊക്കെ നമുക്ക് അങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ ചാക്കിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിടുക. കുറച്ച് മണ്ണ് ആദ്യം തന്നെ ഇടുക. ഇത് നനഞ്ഞ മണ്ണാണ്. കുറച്ച് മണ്ണ് മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് കരിയില ഒരു അടുക്ക് കരിയില നിറക്കുക. ഇതിപ്പോൾ നമ്മൾ കരിയില മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, അതുപോലെ റംബുട്ടാൻ്റെ ഇല, അങ്ങനത്തെ ഇലകളൊക്കെയാണ്. പ്ലാവിൻ്റെ ഇലയാണ് ഏറ്റവും ബെസ്റ്റ്. പ്ലാവിൻ്റെ ഇല മാത്രമേ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ അടിയിലൊരു ലെയർ ഇങ്ങനെ ആദ്യം നിറയ്ക്കുക. നല്ലോണം സെറ്റാക്കി നല്ലോണം അമർത്തി അങ്ങനെ ഒരു ലെയർ ആദ്യം നിറച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു പാട്ടെടുത്തിട്ട് കുറച്ച് ഇത് നല്ല പുളിച്ച കഞ്ഞിലുള്ള ഒരാഴ്ചയായ പുളിച്ച കഞ്ഞികളാണ് അങ്ങനെ ഒഴിക്കും. അത് മതി. അപ്പോൾ നല്ല വാസനയുണ്ട് പുളിച്ച കഞ്ഞിയുള്ള. എന്നിട്ട് അതിലേക്ക് കുറച്ച് മണ്ണ്, അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണ് പകരാം. ഇതുപോലെ ഒരു 2 പിടി മണ്ണ് ഇട്ട് ഞാൻ അതിലിടാം. ഈ കരിയിൽ മാത്രം മതി. അതിലിപ്പോൾ ചില ആൾക്കാർ കഞ്ഞിൻ്റെ വെള്ളം പുളിക്കാതെ കഞ്ഞിൻ്റെ വെള്ളം ആണെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കേണ്ടത്. പുളിച്ച കഞ്ഞിൻ്റെ വെള്ളം ഇപ്പോൾ തൈരിൻ്റെ ആവശ്യമില്ല. പറ്റിയ പണി. അതിന് ചാക്ക് അത്യാവശ്യമുള്ളൊരു ഇതിന് ചാക്ക് വേണം. 5 ഉറുപ്പിക എടുത്തേക്കാണെങ്കിൽ കടയിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കോ, ഏറ്റവും നല്ല ഇങ്ങനത്തെ ചാക്ക് വാങ്ങാണ്. അരിച്ചാക്ക് സിമെൻറ്റ് ചാക്കിനേക്കാണല്ലേ ഏകദേശം വലിപ്പം ഉണ്ടാവും. കരിയായിട്ട് ഇപ്പോൾ മുളക്കെന്ന് പറഞ്ഞപ്പോൾ അതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ തൊടിയിൽ തന്നെ ഉണ്ടാകുന്നല്ലേ കരിയിൽ. പിന്നെ അതുപോലെ കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാവും. ഇതന്നെ ഈ വളച്ചെടീൻ്റെ ഇലയിട്ടാണെങ്കിൽ കുറേ അങ്ങനെ ഇട്ടോട്ട് തന്നെ ഏതായാലും മതി. കുറച്ച് പച്ച കൂട്ടിയാണ് ഏറ്റവും നല്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ പച്ചലും കൂടി കൊടുത്താൽ ഇതിന് കഞ്ഞിൻ്റെ വെള്ളം പാരാം. കുറച്ച് മണ്ണ്, 2 പിടി മണ്ണ് മതി. മണ്ണധികം വേണമല്ല. നമ്മളിത് പഴയ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ലേശം ഞാൻ വേറി കൊടുത്താൽ മതി. ഒക്കെ നല്ല സൂപ്പർ, നമ്മൾ സൂപ്പർ മീലൊക്കെ വാങ്ങുന്ന അതേ വളത്തിൻ്റെ പവർ കിട്ടും. ഇത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു സംഗതി. കൂടുതൽ ആൾക്കാർ ഇത് അടിച്ചു വരി നമ്മൾ തിരിയിട്ടിങ്ങനെ ചാക്കലാണ്, ഒഴിവാക്കണം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ അടിച്ചു തന്നൊക്കെ ചാക്കിന് നിറച്ചേക്കുക. ചാക്ക് ഫുള്ളാകുമ്പോൾ ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ശരിയാക്കി. അപ്പോൾ ഇനി അടുത്ത കഞ്ഞിൻ്റെ വെള്ളമായിട്ട് ഒരാഴ്ചയായിട്ട് അടുത്ത ചാക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഓരോ ചാക്ക് നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓരോ ചാക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം.
അറിയാത്തൊരു നല്ലൊരു വള, സൂപ്പർ വള. അതിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വളച്ചെടീൻ്റെ അരി ഇപ്പോൾ ഒരു ചാക്ക് നിറച്ചതിന് ഒരു ചാക്ക് നമുക്ക് ഉണ്ടാക്കാൻ. ഒരു ചാക്ക് ഒരു 4-5 ചാക്കിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാക്ക് ഉണ്ടാക്കി വെച്ചാൽ എന്നും നമുക്ക് വളമായി. പിന്നെ വളത്തിന് നമ്മൾ ഒന്നും ബുദ്ധിമുട്ടില്ല. ഒരു മാസം 30-35 ദിവസം കൊണ്ട് തന്നെ സംഗതി അടിപൊളി വള കമ്പോസ്റ്റായി മാറും. അപ്പോൾ കമ്പോസ്റ്റിൻ്റെ ചാക്കൊക്കെ നിറച്ച് കഴിഞ്ഞ് അതിന് മുകളിൽ കുറച്ച് മണ്ണും കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് ഇനി നമുക്ക് കെട്ടി വെക്കണം. കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു തണലത്തട വെച്ചായി. ഈ ചാക്കിനൊക്കെ കുറച്ച് തുളകൾ ഇട്ട് കൊടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏറുവാൻ തുളകൾ ഇട്ട് കൊടുക്കണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ തുളകൾ ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ തുളകൾ ഇട്ട് കൊടുക്കാം. അത്രയും മതി. പിന്നെ അവിടെ വെച്ച് ഒരു 1.5 മാസമാകുമ്പോൾ സ്വരമായിട്ട് കമ്പോസ്റ്റായി മാറും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ